നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്ക് ഇന്ത്യൻ ടീം അധികം വൈകാതെ പ്രഖ്യാപിക്കും. പുറത്തേക്ക് വരുന്ന വിവരപ്രകാരം ക്യാപ്റ്റൻ ഉണ്ടാവില്ല, അതായത് ശുഭ്മൻ ഗിൽ ഉണ്ടാവില്ല. അതുപോലെ ഓൾറെഡി ശ്രേയസ് അയ്യർക്ക് പരിക്കാണ്. അപ്പോൾ വൈസ് ക്യാപ്റ്റനുമില്ല, ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമില്ല. പുതിയ ലീഡർഷിപ്പിനെ കണ്ടെത്തണം. പുതിയ ക്യാപ്റ്റനെയും പുതിയ വൈസ് ക്യാപ്റ്റനെയും പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, പന്തിനെ ഏകദിന ടീമിലേക്ക് കൊണ്ടിരുന്നു. അക്സർ, രാഹുൽ, പന്ത്, ഈ മൂന്ന് പേരാണ് ഇപ്പോൾ ലീഡർഷിപ്പ് മിക്സിലുള്ളത് എന്നാണ്. എന്തുകൊണ്ട് പന്ത് എന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ ODI മിഡിൽ ഓർഡർ മിക്സിലേക്ക് കൊണ്ടുവരാൻ BCCI ആഗ്രഹിക്കുന്നു, സെലക്ടേഴ്സ് ആഗ്രഹിക്കുന്നു. പന്തിന് ഒരുപക്ഷെ നമുക്ക് 11-ൽ കാണാൻ പറ്റിയേക്കും. തിലകും സ്ക്വാഡിൽ ഉണ്ടാകും എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. എന്തായാലും ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിടുന്നുണ്ട്. അവരുടെ ജേർണലിസ്റ്റ് സാഹിൽ മൽഹോത്ര റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അതിൽ കൃത്യമായിട്ട് പറയുന്നു, ഇന്ത്യ ഒരു ലീഡർഷിപ്പ് ക്രൈസിസിലാണ്. കാരണം ODI ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു. വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഓൾറെഡി സൈഡ് ലൈൻഡ് ആണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പുതിയ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും നമുക്ക് പ്രഖ്യാപിക്കേണ്ടി വരികയാണ്. നവംബർ 30 മുതലാണ് 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയുള്ളത്. ഗില്ല് ഒരു പക്ഷേ T20 മത്സരങ്ങൾക്ക് മടങ്ങിയെത്തിയേക്കും എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗില്ല് നമുക്കറിയാം, അദ്ദേഹം കൊൽക്കത്തയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നെക്കിന് ഇഷ്യൂ വരുന്നതും അദ്ദേഹം ബാറ്റിങ്ങിൽ നിന്ന് പിന്മാറുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതും അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് ഗുവാഹട്ടിയിലേക്ക് പോയെങ്കിലും അവിടെ നിന്ന് അദ്ദേഹം നേരെ മുംബൈയിലേക്ക് പറക്കുകയായിരുന്നു. സോ ബാക്കി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം T20 മത്സരങ്ങളാകുമ്പോഴേക്കും റെഡിയാകും എന്നാണ് ലഭ്യമാവുന്ന വിവരം. അപ്പോൾ അദ്ദേഹം ഇല്ല. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഗിൽ വിൽ നോട്ട് ബി അവൈലബിൾ ഫോർ സെലക്ഷൻ ഫോർ ദി ODIs വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. ഹി ഹാസ് ബീൻ അഡ്വൈസ്ഡ് മോർ റെസ്റ്റ് ബൈ ദി സ്പെഷ്യലിസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് ടു മോണിറ്റേർഡ് ബൈ BCCI മെഡിക്കൽ ടീം എന്നാണ് BCCIയുടെ ഒരു ഒഫീഷ്യൽ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത്. സോ അദ്ദേഹം ഇനി കൂടുതൽ റെസ്റ്റിലേക്ക് അടക്കുകയാണ്. BCCIയുടെ മെഡിക്കൽ ടീം അത് മോണിറ്റർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഗില്ലും അയ്യരുമില്ല എന്ന ഘട്ടത്തിൽ പുതിയൊരു ക്യാപ്റ്റനെ പ്രഖ്യാപിക്കേണ്ടി വരും, പുതിയ വൈസ് ക്യാപ്റ്റനെ പ്രഖ്യാപിക്കേണ്ടി വരും. ദി ലൈക്സ് ഓഫ് KL രാഹുൽ, അക്സർ പട്ടേൽ ആൻഡ് ഋഷഭ് പന്ത് ആർ ലൈക്ലി ടു ബി ഇൻ ദി മിക്സ്. അപ്പോൾ സെലക്ടേഴ്സ് കമ്മിങ് ഡേയ്സിൽ ഗുവാഹട്ടിയിലാണ് ഈ ഒരു മീറ്റിംഗ് കൂടുന്നത്, ടീം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി. സോ നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് സ്ക്വാഡ് പ്രഖ്യാപനം വരും എന്ന് വേണം കരുതാൻ. പന്തിനെ നമുക്ക് അങ്ങനെ റെഗുലറായിട്ട് ODIയിൽ കാണാറില്ലാത്ത കളിക്കാരനാണ്. പക്ഷേ അവരുടെ അപ്രോച്ചിൽ മാറ്റം വരുത്താൻ വേണ്ടി തിങ്ക് ടാങ്ക്സ് ചിന്തിക്കുന്നു. സോ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ കൂടുതലായിട്ട് മിഡിൽ ഓർഡറിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ കറണ്ട് ODI ബാറ്റിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡഡ് ഡൊമിനേറ്റഡ് ആണ്. അപ്പോൾ ഡിസിഷൻ മേക്കേഴ്സ് തീരുമാനിക്കുന്നത് കുറച്ച് ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ കൂടി ആ ഒരു മിക്സിലേക്ക് കൊണ്ടുവരാനാണ്. പന്ത് ഒരു പക്ഷേ സ്ക്വാഡിൽ പ്ലേയിങ് ലെവലിൽ തന്നെ ഉണ്ടാവാം. ബോത്ത് പന്ത് ആൻഡ് തിലക് വർമ്മ കുഡ് ബി ഇൻ ദി മിക്സ്. അപ്പോൾ നമ്പർ 4 സ്പോട്ടിന് വേണ്ടി ഇവർ രണ്ടുപേരും പോരാടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. ദെൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് അയ്യർ നമുക്കറിയാം ഈ ഒരു നമ്പർ 4 ആര് എന്നുള്ള ചോദ്യം വരുന്നു. അതോടൊപ്പം തന്നെ യശസ്വി ജയ്സ്വാൾ നേരെ പ്ലേയിങ് ലെവലിലേക്ക് വരാൻ തന്നെയാണ് സാധ്യത. കാരണം ഗിൽ ഇൻജോർഡാണ്. സോ ഓപ്പണിംഗ് പൊസിഷനിലേക്ക് അദ്ദേഹം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.